ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ടെൻസസിനെ കുറിച്ചാണ്. പൊതുവെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ 3 ടെൻസാണ് ഇംഗ്ലീഷിലുള്ളത്. ടെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ വെർബിനെ കുറിച്ച് പറയണം. ഇനി എന്താണ് വെർബെന്ന് ചോദിച്ചാൽ ആക്ഷൻ വേർഡാണ് വെർബെന്ന് പറയും. അതുമല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ത് ആക്ഷനാണോ ചെയ്യുന്നത് അതിനെയാണ് വെർബെന്ന് പറയുന്നത്, മലയാളത്തിൽ ക്രിയ. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ടെൻസ് നമ്മൾ ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ വെർബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഒരു പ്രവൃത്തി ഏത് സമയത്ത് ഏത് സ്വഭാവത്തിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വെർബിനെ ക്രമീകരിക്കുന്നതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു പ്രവൃത്തി ഏത് സമയത്ത് ഏത് സ്വഭാവത്തിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വെർബിനെ ക്രമീകരിക്കുന്നതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. സാധാരണ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ തിരിക്കുന്നത്. ഇനി ഈ ഓരോ ടെൻസിനെയും അതിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ വീണ്ടും നമ്മൾ 4ആയിട്ട് ക്രമീകരിക്കും. പാസ്റ്റിനെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ. ഇനി ഞാനൊരു വേർഡ് പറയാം. റൈറ്റ്. സിമ്പിൾ പ്രസൻറ്റിൽ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ്, ആം, ആർ റൈറ്റിംഗ്. പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് ഓർ ഹാവ് ബീൻ റൈറ്റിംഗ്. പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ് റോട്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓർ were റൈറ്റിംഗ്. പെർഫെക്റ്റ് had written. Past perfect continuous had been writing. Future tense simple future will or shall write. Continuous will be or shall be writing. Future perfect will have or shall have written. Future perfect continuous will have been or shall have been writing. ഇവിടെ കണ്ടോ, റൈറ്റ് എന്ന വെർബിനെ ഞാൻ 12 ഫോമിലേക്കാക്കി. അതിൻ്റെ സമയത്തിനെയും നേച്ചറിനെയും അടിസ്ഥാനപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ടെൻസിനെ കുറിച്ച് പഠിക്കാൻ വെർബിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ മതിയെന്ന്. ഇനി ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് വെർബുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിയേണ്ടത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബുമാണ്. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയ, ക്രിയയെ സഹായിക്കുന്നത്. ഈ ഹെൽപ്പിംഗ് വെർബിനെ വീണ്ടും പ്രൈമറി വെർബെന്നും മോഡൽ വെർബെന്നും തിരിക്കാം. പ്രൈമറി വെർബ് എന്ന് പറഞ്ഞാൽ ബിയുടെ ഫോംസായ ഈസ്, ആം, ആർ, വാസ്, വർ. ഹാവിൻ്റെ ഫോംസ് ഹാസ്, ഹാവ്, ഹാഡ്. ഡൂവിൻ്റെ ഫോംസ് ഡു, ഡസ്, ഡിഡ്. ഇനി മോഡൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, ഡെയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു എന്നിങ്ങനെ. ഇതിൽ ഈ പ്രൈമറി വെർബ്സ് എല്ലാം നമ്മൾ മുൻപേ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇനി മെയിൻ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ കാണിക്കുന്ന വാക്കുകൾ അല്ലേ. പ്ലേ, സിങ്, റൈറ്റ്, സ്വിം, ഡാൻസ്, സ്റ്റാൻഡ്, സിറ്റ് എന്നിങ്ങനെ. ഇനി ഏതൊരു മെയിൻ വെർബിനെയും നമുക്ക് 5 രൂപത്തിലേക്ക് മാറ്റാം. ഇനി നേരത്തെ പറഞ്ഞ റൈറ്റ് എന്ന വെർബ് V1 റൈറ്റ്. V1 തന്നെ സിംഗുലർ ആകുമ്പോൾ റൈറ്റ്സ്. V2 റോട്ട്. V3 റിട്ടൺ. ഇനി ING ഫോമിലേക്ക് മാറ്റുമ്പോൾ റൈറ്റിംഗ്. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. ഈ 5 ഫോംസ് വെച്ചാണ് നമ്മൾ ടെൻസസ് രൂപീകരിക്കുന്നത്. എന്നാൽ ഈ 5 ഫോംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ടെൻസ് രൂപീകരിക്കുന്നത് ഈസിയല്ല. ഇവിടെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്?
ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് പറയാം? ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും ചേരുന്നതാണ് ടെൻസ് എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ടെൻസ് എന്നുള്ളതാണ്. അടുത്ത വീഡിയോകളിൽ ഓരോ ടെൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു വെർബ് ഏത് സമയത്ത് ഏത് സ്വഭാവത്തിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആ വെർബിനെ നമ്മൾ ക്രമീകരിക്കുന്നതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ 3 ടെൻസാണുള്ളത്: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇനി ഇത് ഓരോ ടെൻസിനെയും വീണ്ടും നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയും. അപ്പോൾ ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.